അവിടെ ഒരു ചെറിയൊരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് ഈ CPM-ൻ്റെ കൊടിക്കൊപ്പം SDP-യുടെ കൊടിയും SDP-യുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി CPM വോട്ട് ചോദിക്കുന്ന, അല്ല അവരൊരുമിച്ച് വോട്ട് ചോദിക്കുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. അത് തമിഴ്നാട്ടിലും ഉണ്ട്. പക്ഷേ അതിനെക്കുറിച്ചൊന്നും ചർച്ചകൾ കേരളത്തിൽ നടക്കുന്നില്ല. അങ്ങനെയൊരു ബാക്കി വേറെ RSSുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ RSSൻ്റെ ഒരു പരിപാടിക്ക് പോയിട്ടൊരു പിന്നെ പുല്ലി എത്തിയതിനാണ് കൊല്ലത്തോ മറ്റോ മേയർ ഒക്കെ ഞാനൊക്കെ പ്രശ്നമായി പോയത്. പക്ഷേ SDP പോലൊരു ഇസ്ലാമിക തീവ്രവാദ സംഘടനയുടെ രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ കാര്യമേ കേരളത്തിൽ SDPI അൺടച്ചബിൾ അല്ല, പക്ഷെ BJP അൺടച്ചബിളാണ്. RSS 64 അടി ദൂരെ നിൽക്കേണ്ടവരാണ്. അപ്പോൾ SDPI ലെജിറ്റിമേറ്റ് പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് താമസിയാതെ വരും. അത് ഒന്ന് ലീഗലി ഇതിനകത്ത് പ്രശ്നമില്ല. SDPI രജിസ്റ്റർ ചെയ്തൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. എന്താ കുഴപ്പം? കേരള കോൺഗ്രസ് പോലെ, CPM പോലെ, BJP പോലെ SDPI. അവർക്ക് സീറ്റ് കിട്ടിയില്ല എന്നുള്ളത് വേറെ കാര്യം. അവരെ അൺടച്ചബിളായിട്ട് കൂട്ടേണ്ട കാര്യമില്ല. അവർ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പൊളിറ്റിക്കൽ ആമാണ്. പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടു. ശരി, ആയിക്കോട്ടെ. SDPI നിരോധിച്ചിട്ടില്ല, പിന്നെന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. ഇനി SDPI വർഗീയവാദികളാണ് എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അല്ല എന്ന് പറയാൻ 110 ആർഗ്യുമെൻറ്റ്സ് അപ്പുറത്തുണ്ടാകും. വേറൊന്ന്, ഈ നമ്മളുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമുണ്ടല്ലോ, അതുകൊണ്ട് എല്ലാവരുമായിട്ട് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കൂട്ടുകൂടിയിട്ടുണ്ടാവും. SDPI വോട്ട് ചെയ്ത് BJPയുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ജയിച്ചിട്ടുണ്ടാകും. BJP വിട്ടു നിന്നുകൊണ്ട് SDPIയുടെ പ്രസിഡൻറ്റിന് സ്ഥാനം കിട്ടിക്കാണും. ഇതൊക്കെ ചെയ്യേണ്ടത്. ഇത് നിങ്ങൾ ലോവസ്റ്റ് ലെവലിലേക്ക് പൊളിറ്റിക്സ് കൊണ്ടുവന്നാലുള്ള ഗതികേട് ഇതാണ്. പേഴ്സണാലിറ്റി പൊളിറ്റിക്സാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് സംഭവിക്കുന്നത്. ഇയാൾ എത്ര കണ്ട് മിടുക്കനാണ് നിൽക്കുന്നത്, അയാൾ SDP ആണെന്ന് ആരും നോക്കാറില്ല. കാരണം നിങ്ങളുടെ ഐഡിയോളജിക്ക് അവിടെ ഒരു സ്ഥാനമില്ലാന്ന് ഞാൻ പറഞ്ഞല്ലേ. ഈ പണ്ട് അദ്വാനിജി പറഞ്ഞിരുന്നു, എ ലാർജ് പോർഷൻ ഓഫ് ഗവേണൻസ് ഹാവ് നത്തിങ് ടു ഡു വിത്ത് ഐഡിയോളജി. ഐഡിയോളജിയിൽ കുടിവെള്ളം കൊടുക്കണം, എല്ലാവർക്കും കൊടുക്കണ്ടേ? ഏത് തീവ്രവാദിയോ എന്തുമായി കഴിഞ്ഞാൽ അവനെ പിടിച്ച് ജയിലിൽ കൊണ്ടുപോയി വെള്ളം കൊടുക്കണ്ടേ? കുടിവെള്ളം, വൈദ്യുതി, ഗ്യാസ്, ഭക്ഷണം, റേഷൻ, റോഡ്, ഇതെല്ലാം എല്ലാവർക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി ഐഡിയോളജി വരുന്ന ഏരിയ വളരെ കുറവേ ഉള്ളൂ. ബാക്കിയൊക്കെ ലാർജ് ഏരിയ എല്ലാവർക്കും വേണ്ടതാണ്. അതിനകത്ത് ഐഡിയോളജി കലർത്തിട്ട് കാര്യമില്ല. സോ പഞ്ചായത്ത് തലത്തിൽ വന്നു കഴിയുമ്പോൾ ഐഡിയോളജി ഈസ് നോട്ട് ഇൻ പ്ലേ. RSSകാരൻ SDPIക്ക് സപ്പോർട്ട് കൊടുത്തു എന്ന് വരും, SDPI CPM-നെ സപ്പോർട്ട് ചെയ്തെന്ന് വരും. വെറുതെ അതിനെ ചൊല്ലി വൈകുന്നേരം TV-യിൽ വഴക്കിടാം എന്നുള്ളതല്ല, അതൊരു പ്രയോജനമില്ല. ദിസ് വിൽ ഹാപ്പൻ. കാരണം വോട്ടിംഗ് അങ്ങനെയോ വന്നിരിക്കുന്നത് എന്ത് ചെയ്യും? അപ്പോൾ SDPI ലെജിറ്റിമേറ്റ് ആയിട്ട് വരും. BJPക്കും സംഘപരിവാറിനെതിരെയുള്ള ആക്രമണം കുറേ കൂടെ മുന്നോട്ട് പോകും, കുറേ നാൾ കൂടെ മുന്നോട്ട് പോകും. പിന്നെ വിഷമിച്ച് തുടങ്ങും. പതുക്കെ ഓരോരുത്തരായിട്ട് നിർത്താൻ തുടങ്ങും.